പശ്ചിമേഷ്യയിൽ ഇപ്പോൾ യാതൊരു ആവശ്യമില്ലാതെ ട്രംപും നെതന്യാഹുവും തുടങ്ങിവെച്ച ഒരു യുദ്ധം വലിയ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ എന്ന പരമാധികാര രാഷ്ട്രത്തെ പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാതെ ആണവ സമ്പുഷ്ടീകരണമായിട്ടുള്ള വിഷയത്തിൽ അമേരിക്കയുമായിട്ടുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ ഇസ്രായേൽ ആക്രമിക്കുകയും ആ ആക്രമണത്തിൻ്റെ തിരിച്ചടിയായി ഗൾഫ് മേഖലയിലെ എല്ലാ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയും ഇസ്രായേലിന് നേരെയും ഇറാൻ പ്രത്യാക്രമണം തുടങ്ങുകയും ചെയ്തു. അതിനിടയിൽ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള കഴിഞ്ഞ 37 വർഷങ്ങളായിട്ട് ഇറാൻ ഭരണത്തിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ആയത്തുള്ള അലി ഖൊമേനിയെയും കുടുംബത്തെയും അതുപോലെ തന്നെ ഇറാനിലെ ഏറ്റവും ഉയർന്ന നേതാക്കളെയും വധിക്കുകയും കൂടി ഇസ്രായേൽ ചെയ്തു. അതോടുകൂടി തന്നെ യുദ്ധം നിയന്ത്രണാതീതമായി. ഇതിന് പ്രതികാരം ചെയ്യുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതനുസരിച്ചുള്ള ആക്രമണങ്ങളും അവർ ആരംഭിച്ചു കഴിഞ്ഞു. ഈ യുദ്ധം യാതൊരു കാരണവുമില്ലാതെ ഇറാനിലെ എണ്ണ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാനിലെ പ്രകൃതി വിഭവങ്ങൾ കൊള്ളയടിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം മാത്രം വെച്ചുകൊണ്ട് നേരത്തെ വെനിസ്വേലയിൽ ചെയ്തതുപോലെ തന്നെ അമേരിക്ക വെനിസ്വേലയിൽ ഇത് തന്നെയാണ് ചെയ്തത്. മഡുറോ എന്ന തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡൻറ്റിനെയും ഭാര്യയെയും തട്ടിക്കൊണ്ടുപോവുകയും അവിടെ നിന്ന് ഇപ്പോൾ എണ്ണ ധാരാളമായിട്ട് ഒരു രീതിയിൽ മോഷ്ടിച്ചുകൊണ്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേ ഉദ്ദേശവുമായിട്ടാണ് ഈ പശ്ചിമേഷ്യയിൽ വലിയ അസ്ഥിരതയ്ക്ക് കാരണമാവുന്ന ഈ ഒരു യുദ്ധവും അമേരിക്കയും അതുപോലെ ഇസ്രായേലും ചേർന്ന് തുടങ്ങി വച്ചിരിക്കുന്നത്. നമുക്ക് അമേരിക്കയും ഇസ്രായേലും ചേർന്ന് തുടങ്ങി വെച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം US-ലും അതുപോലെ തന്നെ ഇസ്രായേലിലും ഈ യുദ്ധത്തിന് എതിരായി നിൽക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷമെന്ന് നമുക്കിപ്പോൾ നമ്മൾ കാണുന്ന വാർത്തകളിലൂടെ മനസ്സിലാവുന്നുണ്ട്. US-ൽ മുൻ വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസും അതുപോലെ ന്യൂയോർക്ക് മേയർ മംദാനിയും എല്ലാം തന്നെ ഈ യുദ്ധത്തെ അപലപിച്ചു കഴിഞ്ഞു. അമേരിക്കയിലുടനീളം വലിയ തോതിൽ യുദ്ധത്തിനെതിരായുള്ള പ്രകടനങ്ങൾ നടത്തിയാണ്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് പുറത്തു വന്ന സർവേ പ്രകാരം അമേരിക്കയിലെ 1/4 ആളുകൾ മാത്രമേ ഈ യുദ്ധത്തെ അനുകൂലിക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇസ്രായേലിലും ഈ നെതന്യാഹുവിനെതിരായിട്ട് ഉള്ള കേസുകളും വിചാരണകളും കാത്തിരിക്കുകയാണ്. ആ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നെതന്യാഹു ഈ യുദ്ധത്തിനും അതുപോലെ ആ ഗാസയിലെ യുദ്ധത്തിനുമൊക്കെ ഒരുങ്ങി പുറപ്പെടുന്നത്. അപ്പോൾ ഈ പറയുന്ന നെതന്യാഹുവിൻ്റെയും ട്രംപിൻ്റെയും വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ യുദ്ധം നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അധികമാവില്ല. ആ ദുരുദ്ദേശങ്ങൾക്ക് പാത്രമാവുന്ന ആവട്ടെ വളരെ സമാധാനപരമായി ജീവിച്ചു വരുന്ന ആ ഗൾഫ് രാജ്യങ്ങളിലെ ജനങ്ങളും അതുപോലെ തന്നെ ഇറാനിലും ഇസ്രായേലിലുമുള്ള നിരപരാധികളായ സാധാരണക്കാരും സ്ത്രീകളും കുട്ടികളുമെല്ലാമാണ്. ഇത് യഥാർത്ഥത്തിൽ വിളിച്ചു വരുത്തുന്ന ഒരു ജനസൈഡ് എന്ന് തന്നെ പറയാം. ഒരു രീതിയിലും നമുക്ക് ഇതിനെ ന്യായീകരിക്കാൻ സാധിക്കില്ല. സമാധാനപരമായി നീങ്ങുന്ന ലോകത്ത് അസമാധാനം വിതക്കുക എന്നത് മാത്രമാണ് ഈ യുദ്ധത്തിൻ്റെ ലക്ഷ്യം. ഈ യുദ്ധം എല്ലാ രീതിയിലും അപലപിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ ഐക്യരാഷ്ട്ര സംഘടന എന്ന ഒരു പ്രസ്ഥാനം അതിൻ്റെ എല്ലാ അധികാരങ്ങളും നഷ്ടപ്പെട്ട് ലോക അക്രമത്തിൽ ഇടപെടാനാവാതെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. അതുപോലെ തന്നെ ഈ യുദ്ധക്കൊതി മൂത്തിട്ടുള്ള ട്രംപ് എന്ന ഒരു വ്യക്തിയുടെ അമേരിക്കൻ കോൺഗ്രസിൻ്റെ അനുമതി പോലും ഇല്ലാതെയാണ് ഈ യുദ്ധത്തിന് ട്രംപ് ഇറങ്ങി പുറപ്പെട്ടത്. അതുപോലെ തന്നെ ഒരു പരമാധികാര രാഷ്ട്രത്തിലേക്ക് കടന്നു കയറി അതിൻ്റെ പരമോന്നത നേതാവിനെ വധിക്കുക എന്നുള്ള അതിനീചമായ കാര്യമാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത്. ഇറാൻ്റെ മുന്നിൽ ആകെയുള്ള ഒരു വഴി ഇതിനെല്ലാം ചെറുത്ത് നിൽക്കുക എന്നുള്ളതാണ്. എത്ര കാലം വരെ അവർ ചെറുത്ത് നിൽക്കുക എന്നുള്ളത് അവർക്ക് പോലും പറയാനാവില്ല. പക്ഷേ ഈ ചെറുത്തുനിൽപ്പും യുദ്ധങ്ങളും വലിയ കഷ്ടപ്പാടുകളും ദുരിതവും മരണവും നൽകുന്നത് ഗൾഫ് മേഖലയിലുള്ള സാധാരണ മനുഷ്യർക്കാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഗൾഫ് മേഖലയിൽ 1 കോടിയിലധികം ഇന്ത്യക്കാർ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ വരുമാനം പ്രത്യേകിച്ച് കേരള അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ വലിയൊരു ആശാമാർഗമാണ്, ജീവിതമാർഗമാണ്. അത് ഇല്ലാതാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യയിലുണ്ടാക്കുന്ന വലിയ കോൺസിക്വൻസ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന എണ്ണവില വർധനവ്, അതുപോലെ മറ്റു വ്യവസായ ഉൽപ്പന്നങ്ങളുടെ ഇടിവ്, ഇതെല്ലാം തന്നെ പ്രധാനമായി ബാധിക്കാൻ പോകുന്നത് നമ്മളെപ്പോലുള്ള രാഷ്ട്രങ്ങളെയാണ്. ഈ യുദ്ധം എന്ന് അവസാനിക്കും എന്ന് നമുക്ക് പറയാനാവില്ല. ഈ യുദ്ധം യഥാർത്ഥത്തിൽ മനുഷ്യരാശിയോടുള്ള വലിയൊരു കടന്നുകയറ്റം. ഇതാദ്യമായല്ല അമേരിക്ക ഇറാൻ്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടുന്നത്. 1953 അന്നത്തെ പ്രധാനമന്ത്രി മുഹമ്മദ് മൊസാദിഖിനെ ഒരു അട്ടിമറിയിലൂടെ പുറത്താക്കിക്കൊണ്ടാണ് അന്ന് വലിയ അധികാരങ്ങളൊന്നും ഇല്ലാതിരുന്ന ഇറാനിലെ ഷാ, പെഹ്ലവി വംശത്തിലെ 2ാമത്തെ രാജാവ് ഇറാനിലെ ഷായ്ക്ക് കൂടുതൽ അധികാരങ്ങൾ കൊടുത്തുകൊണ്ട് ഒരു രാജഭരണം അവിടെ സ്ഥാപിക്കുന്നത്. ഈ പെഹ്ലവി രാജവംശത്തിനും വലിയ പാരമ്പര്യമൊന്നും അവകാശപ്പെടാനില്ല. ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഒരു പട്ടാള ഉദ്യോഗസ്ഥനായിരുന്ന മുഹമ്മദ് പെഹ്ലവിയാണ് 1925 അന്നത്തെ ഏകദേശം ഒരു 300 കൊല്ലത്തോളം ഭരിച്ചിരുന്ന രാജവംശത്തെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഈ ഒരു സ്വന്തം ഭരണം സ്ഥാപിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കിയായി അധികാരങ്ങൾ ഇല്ലാതിരുന്നത് ഈ രാജവംശത്തെ 1953 CIA-യും ബ്രിട്ടീഷ് ഇൻ്റലിജൻസും ചേർന്നുകൊണ്ട് അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നത്. അന്നു മുതൽ ഈ 79 വരെ ഷായുടെ നേതൃത്വത്തിലുള്ള ഭരണം അമേരിക്കയ്ക്കും ബ്രിട്ടനും വളരെയധികം സഹായകരമായിരുന്നു. 79 ഈ ഭരണത്തെ ജനങ്ങൾ വിപ്ലവത്തിലൂടെ, ഇറാനിയൻ വിപ്ലവത്തിലൂടെ അട്ടിമറിച്ചുകൊണ്ടാണ് നിലവിലുള്ള ഭരണകൂടം വരുന്നത്. അന്നു മുതൽ തന്നെ ഈ ഭരണകൂടത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളും അമേരിക്ക ആരംഭിച്ചു. അതിൻ്റെ പരിസമാപ്തിയാണ് ഇപ്പോൾ ഈ 2026 നമ്മൾ കാണുന്ന ഈ യുദ്ധം. പക്ഷേ ഈ യുദ്ധത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് ഇറാനിലെ വിഘടിച്ച് നിൽക്കുന്ന വിവിധ ഗ്രൂപ്പുകളൊക്കെ തന്നെ ഒന്നായിട്ട് സ്വന്തം രാഷ്ട്രത്തിന് വേണ്ടി ഒരുമിച്ച് ചേരുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും ഉദ്ദേശം നടപ്പാക്കാൻ ഒരു സാധ്യത കാണുന്നില്ല.